നമ്മൾ വേറൊരു റീസണും കൂടെ വൈ വി സ്റ്റാർട്ടഡ് റേഡിയൻസ് ബിക്കോസ് ഓഫ് ദ ഗ്യാപ്പ് ഇൻ ദ മാർക്കറ്റ്. ആയുർവേദത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് നല്ല റിസൾട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എസ്തെറ്റിക് മെഡിസിനിൽ with the use of latest technologies and machines and equipments, you see very good results. എന്നിട്ട് കുറേ പേഷ്യൻസ് നമ്മുടെ അടുത്ത് തന്നെ ചിലർ വന്നിട്ട് വരും, ചില ബ്രാൻഡ് ഡോക്ടർ ഞാൻ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്കതൊന്നും വർക്ക് ചെയ്യില്ല, വേറെ എന്തെങ്കിലും. അപ്പം നമ്മൾ പക്ഷേ ഡോക്ടർ ആദ്യം എന്നോട് പറഞ്ഞത് ഫസ്റ്റ് നിങ്ങളുടെ സ്റ്റൊമക്കിൽ നിന്നാണ് എല്ലാ അസുഖങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ അങ്ങനെ ഒരു സാധനം കേട്ടിട്ടേ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് തലവേദനയാണ്, അപ്പോഴും പുള്ളി പറയും സ്റ്റൊമക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും വൈറൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? See, basically, gut health is very important. And there is something called as gut-brain axis. Gut-brain axis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അസിഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൂഡ്സിനെ എഫക്റ്റ് ചെയ്യും. ഈ ഫാമിലി ബിസിനസ് എല്ലാവരും പറയും ഭയങ്കര എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാം ഓൾറെഡി പ്ലാൻഡ് അല്ലേ. പണ്ട് ആൻസൈറ്റിക്ക് മലയാളത്തിൽ വെരി കോമൺലി എന്താ പറഞ്ഞിരുന്നത്, എനിക്കൊരു ആളലാണ്, എനിക്ക് വയറിന്ന് ഒരു ആളൽ വരുന്നു. ഒരുപാട് ഈ പറയുന്ന ഗ്ലൂട്ടതൈൻ ഇഞ്ചക്ഷൻ എടുക്കാനാണെങ്കിലും പണ്ട് പ്രോട്ടീൻ പൗഡർ കഴിക്കാതിരുന്ന ആളുകളാണ്, സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യാൻ. അത് എത്രത്തോളം നമുക്ക് നമ്മുടെ ഹെൽത്തിന് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? പക്ഷെ ഞാനിപ്പോൾ ക്ലിനിക്കിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ എന്താണ് അവിടെ ഒരു വാല്യൂ എഡിഷൻ ചെയ്യാൻ പറ്റുക, അപ്പോഴാണ് ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ വിളിച്ചു ഒരു 6 മാസം കഴിയുമ്പോൾ നീ കൂട്ടിക്കെട്ടി തിരിച്ചു വരും. 20s ബിസിനസ് തുടങ്ങി ആ ഒരു ആളോട് സംസാരിക്കുന്ന പോലെയല്ല, കുറേ വർഷത്തെ ഒരു നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് മലയാളികൾക്ക് ഒരുപാട് പരിചയമുള്ള ഒരു മുഖമാണ്. വർഷങ്ങൾക്ക് മുന്നേ സ്വന്തം ഉപ്പ ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് മകളെ ആയുർവേദ ഡോക്ടർ പഠിപ്പിക്കുന്നത്. പക്ഷേ ഉപ്പയുടെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ട സമയം എത്തിക്കഴിഞ്ഞപ്പോൾ മകളൊന്ന് മാറി ചിന്തിച്ചാലോ എന്ന് ചിന്തിച്ചു. സ്വന്തമായൊരു ബിസിനസ്. വാപ്പച്ചിയോട് ചോദിച്ചു, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, എൻ്റെ കൂടെ നിൽക്കുമെന്ന്. പാപ്പച്ചി ഇന്ന് കാണുന്ന വ്യക്തിയിലേക്ക് എത്താൻ ഒത്തിരി ടൈം എടുക്കുമോ, അതോ തിരിച്ച് എൻ്റെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വരുമോ എന്നൊക്കെയുള്ള കുറേ ആശങ്കകളുടെ പുറത്ത് തന്നെ ആ മകൾക്ക് അനുവാദം കൊടുത്തു. ആ അനുവാദത്തിന് ഇന്ന് 5 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. 2020 സ്റ്റാർട്ട് ചെയ്ത റേഡിയൻസ് ആയുർവേദ എന്ന സ്ഥാപനത്തിൻ്റെ സാരഥി ഡോക്ടർ ബാസിമ നഹാനാണ് ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ. ബാസിമ, സ്വാഗതം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക്. ഇന്ന് ഹോട്ട് സീറ്റിന് കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. എല്ലാ തവണ ഞങ്ങൾ ഇങ്ങനെ അപ്പുറം ഇപ്പുറയും സോഫയൊക്കെ മാറ്റി 2 ചെയറൊക്കെയാണ് ഇടാറുള്ളത്. ഇന്ന് ബാസിമ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കൊന്ന് പാറ്റേണൊക്കെ ഒന്ന് മാറ്റി പിടിച്ചേക്കാവുന്നു. എല്ലാവർക്കും തന്നെ അറിയാവുന്നതുപോലെ തന്നെ ബാസിമയുടെ ഫാമിലി ഒരുപാട് സുപരിചിതമാണ്. എസ്പെഷ്യലി ദുബായ് മലയാളീസിനിടയിൽ ഉപ്പ ഒരു അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനാണ്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൂടെ ഉപ്പ ആരാണ്, ഉപ്പ എന്ത് ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ബാസിമ ആ വ്യക്തിയിലൂടെ ബിസിനസ്സിലേക്ക് വരുന്നതെന്ന് ഒന്ന് പറയാമോ? ഉപ്പ ബേസിക്കലി 40 years ആയിട്ട് ദുബായിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആയുർവേദ ഡോക്ടറാണ്. പ്ലസ് ഹീ ഈസ് ഓൾസോ എ ബിസിനസ് മാൻ ഹു ഹാസ് മൾട്ടിപ്പിൾ ബിസിനസ്സസ്. അപ്പോൾ എങ്ങനെയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാം ചെയ്യുന്നത് ഉപ്പ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ടാണ്. ഞങ്ങൾ 5 മക്കളാണ്. ആൻഡ് എല്ലാവരെയും ഉപ്പ വളർത്തിയിട്ടുള്ളത് ഈസ് ഓൾവേസ് ടു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. നെവർ തിങ്ക് അയ്യോ ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ, ഇത് ചെയ്ത് നോക്കാം, എന്താ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലാണ് എല്ലാ കാര്യവും ഉപ്പ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സോ ഈ പ്രൊഫഷൻ എടുത്തത് ഉപ്പാൻ്റെ പ്രൊഫഷൻ ആയതുകൊണ്ടാണ് പ്രൊഫഷൻ എടുത്തത്. പിന്നെ എൻ്റെ താല്പര്യത്തോടെയാണ് ഞാൻ എസ്തെറ്റിക് മെഡിസിനിൽ അതിൻ്റെ ഫർദർ മാസ്റ്റേഴ്സും അതിൻ്റെ ഫെലോഷിപ്പൊക്കെ ചെയ്യാൻ കാരണം. ആൻഡ് ദാറ്റ്സ് ഹൗ I came into this profession. ഉപ്പയ്ക്ക് ഇപ്പം 40 വർഷമായിട്ട് ഹോസ്പിറ്റലാണ് ദുബായിൽ. എന്താണ് ഹോസ്പിറ്റലിൻ്റെ പേര്? ക്ലിനിക്കിൻ്റെ പേര് കോട്ടക്കൽ ആയുർവേദിക് സെൻറ്റർ എന്നാണ്. ഉപ്പയാണ് ദുബായിൽ ആദ്യമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അന്ന് ദുബായിൽ ആയുർവേദം എന്നുള്ളൊരു സംഭവം സംസാരിക്കാൻ പോലും പാടില്ല എന്നുള്ളൊരു ഇതാണ്. അവിടെ ഹീ സ്റ്റാർട്ടഡ് ദ ക്ലിനിക് ആൻഡ് ഹീ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് ദർ. റോയൽ ഫാമിലിയിൽ നിന്നാണെങ്കിലും കുറേ പേര് ഹീ ഹാഡ് ആസ് പേഷ്യൻസ്. ആൻഡ് ദെൻ ഹി എക്സ്പാൻഡഡ് ഇൻ ടു മൾട്ടിപ്പിൾ ബ്രാഞ്ചസ്. സോ ഇപ്പോൾ പഠിച്ചത് കോട്ടക്കൽ നിന്നാണ്, അങ്ങനെയാണ് ആ പേര്. ഇപ്പോൾ ബേസിക്കലി നാട്ടിൽ എവിടെയാണ് നിങ്ങൾ? നാട്ടിൽ മലപ്പുറം. മലപ്പുറംകാരാണ്. ഓക്കെ. പക്ഷേ ബാസിമയൊക്കെ ജനിച്ചതും വളർന്നതും എല്ലാം ദുബായിലാണ്. ഈ ഇൻ്റർവ്യൂവിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന ഒരു സെഗ്മെൻറ്റ് അതായിരിക്കുമെന്ന്. അടിമാലിയിൽ മറ്റേ എൻ്റെ സ്കൂളിൻ്റെ പേര് കുമ്മമ്മാര ഫാത്തിമ മാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുമ്മമ്മാര. ഞങ്ങളൊരു നോർമൽ സ്റ്റേറ്റ് സിലബസ് സ്കൂൾ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. ഇദ്ദേഹം ആണെങ്കിൽ മറ്റേ കടി കെട്ടി ഇംഗ്ലീഷ് ആക്ക് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ദുബായ്.
എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം. ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ചു. ഓക്കെ, അടിപൊളി. അപ്പോൾ ഈ ഉപ്പായുടെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പാകത്തിന് തന്നെയാണോ +2 കഴിഞ്ഞതിന് ശേഷം ആയുർവേദ എന്ന് പറയുന്ന ഡിഗ്രി തന്നെ എടുക്കുന്നത്? അതെ, എൻ്റെ ഫാമിലിയിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഡിഫറെൻറ്റ് ഫീൽഡിലുള്ള ഡോക്ടേഴ്സാണ് അല്ലെങ്കിൽ ബിസിനസ്മെൻ ആണ്. അപ്പോൾ ഉപ്പാൻ്റെ ഫീൽഡിൽ ഒരാൾ പോകണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 5 പേരിൽ ഞാനാണ്. 5 പേരോടും ചോദിച്ചു? 5 പേരോടും ചോദിച്ചു. അനിയനും അനിയത്തി അന്ന് ചെറുതാണ്. എൻ്റെ 2 സിസ്റ്റേഴ്സിനും ഇഷ്ടമുള്ള പാത്ത് വേ വേറെയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പോവാം, കുഴപ്പമില്ല. അങ്ങനെ അതിന് പോയി. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ആൻഡ് ദെൻ വാട്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ആ സമയത്താണ് ഞാൻ എൻ്റെ ഫെലോഷിപ്പ് ചെയ്യുന്നു, എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഒബ്വിയസ്ലി ഉപ്പാൻ്റെ ക്ലിനിക്കിലേക്ക് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ ഞാനിപ്പോൾ ക്ലിനിക്കിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ എന്താണ് അവിടെ ഒരു വാല്യൂ എഡിഷൻ ചെയ്യാൻ പറ്റുക, എനിക്കായിട്ട് അവിടെ എന്താണ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം വരുന്നിടത്താണ് എന്നാൽ ഞാൻ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്താലോ. അപ്പോൾ ദെർ വിൽ ബി ലോട്ട് ഓഫ് തിങ്സ് ഐ ലേൺ, ദെർ വിൽ ബി ലോട്ട് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ഐ ഗോ ത്രൂ ആൻഡ് ദെൻ മേ ബി ഞാൻ എടുക്കുന്ന ഡെസിഷൻസ് കുറച്ചും കൂടെ ഈ ഒരു സ്ഥാപനത്തിനെയും ഹെൽപ്പ് ചെയ്യും. ഞാൻ ഒരുപാട് ഈ സെക്കൻഡ് ജനറേഷൻ ബിസിനസ്സുകാരോട് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണെങ്കിൽ ഇപ്പോൾ കമ്പാരിസൺ, ഫാദറിനെയോ മദറിനെയോ വെച്ചിട്ടുള്ള കമ്പാരിസൺ. ഈ ഫാമിലി ബിസിനസ് എല്ലാവരും പറയും ഭയങ്കര എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാം ഓൾറെഡി പ്ലാൻഡ് അല്ലേ, നിങ്ങൾക്ക് അതിൽ ജസ്റ്റ് ജോയിൻ ചെയ്താൽ പോരെ. പക്ഷെ ഐ തിങ്ക് ദാറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കാരണം ഓൾറെഡി ഡെസിഷൻ മേക്കേഴ്സ് ഉണ്ട്. നമ്മളുടേതായിട്ടുള്ളൊരു നീഷ് ഏരിയ നമ്മൾ കണ്ടെത്തി കൊണ്ടുവരണം. നമ്മളുടേതായിട്ടുള്ളൊരു വാല്യൂ എഡിഷൻ നമ്മൾ തന്നെ ചെയ്യണം. ആൻഡ് ഐ തിങ്ക് നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നതിനെക്കാട്ടിലും ഒരു ഫാമിലി ബിസിനസ്സിൽ നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി വരണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു എക്സൽ ദാറ്റ് മച്ച് മോർ. So yeah, I didn't want to go wrong there, which is why we thought, we'll start a clinic. And correct ടൈമിലാണ് ലോക്ക്ഡൗൺ വരുന്നത്. ഞാൻ നാട്ടിൽ സ്റ്റക്കായി. എന്നാൽ പിന്നെ നാട്ടിൽ തന്നെ തുടങ്ങാൻ രീതിയിലാണ് റേഡിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഉപ്പായുടെ അടുത്ത് പറയണമല്ലോ, കാരണം ഉപ്പായുടെ പ്രതീക്ഷയിൽ ഇപ്പോൾ ബാസിമ തിരിച്ച് ദുബായിക്ക് വരുന്നു. അപ്പോൾ ഇന്ന സെഗ്മെന്റ് ബാസിമയെ ഏൽപ്പിക്കാൻ വേണ്ടി ഉപ്പ തയ്യാറായി നിൽക്കുന്നു. അവിടെയാണ് നമ്മൾ പുതിയൊരു തീരുമാനം കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ ഉപ്പ അംഗീകരിച്ചോ? വാട്ട് ഹി ടോൾഡ് മീ ഇസ് ഓക്കെ, നീ ഇത് ചെയ്യുക ആൻഡ് നിനക്കിപ്പോൾ ഒരു മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി നീ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് എന്താണോ ദാറ്റ് ഐ വിൽ ഗിവ് യു ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് വർക്ക് ആയിക്കഴിഞ്ഞാൽ ഗുഡ്, ഇല്ല എന്നുണ്ടെങ്കിൽ നീ ഒരു മാസ്റ്റേഴ്സ് ചെയ്തു എന്നിട്ട് നീ തിരിച്ചു വന്നു നീ വിചാരിച്ചാൽ മതി. അത് സത്യം പറഞ്ഞാൽ എനിക്ക് സ്ട്രെങ്ത് ആയിരുന്നു. ആ ഒരു ഡയലോഗിന് ഒരുപാട് വാല്യൂ ഉണ്ട്. പിന്നെ കാരണം ഒന്ന്, ഹി നെവർ ടോൾഡ് മീ യു വിൽ ഫെയിൽ. സെക്കൻഡ്ലി അപ്പം നമുക്ക് അയ്യോ ഞാൻ തോറ്റു പോവാന്നുള്ളൊരു പേടിയില്ല. ഓക്കെ, ഞാനിവിടെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്നതാണ്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന സർവീസ് കൊടുക്കാൻ വന്നതാണ്, ബാക്കി വരുന്നത് നോക്കാം. ഞാൻ പുതിയൊരു യൂണിവേഴ്സിറ്റി എനിക്ക് വേണ്ടി തന്നെ തുടങ്ങുന്നു അല്ലേ? അതാ. സോ അങ്ങനെ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. നമ്മൾ വേറൊരു റീസണും കൂടെ വൈ വി സ്റ്റാർട്ടഡ് റേഡിയൻസസ് ബിക്കോസ് ഓഫ് ദറ്റ് ഗ്യാപ്പ് ഇൻ ദ മാർക്കറ്റ്. ആയുർവേദത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് നല്ല റിസൾട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എസ്തെറ്റിക് മെഡിസിനിൽ with the use of latest technologies and machines and equipments, you see very good results being given there. Wherein അവിടെ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി റിസൾട്ട്സും ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ വൈ നോട്ട് കമ്പൈൻ ദിസ് ബോത്ത് ബൈ ഗിവിങ് റെസ്പെക്ട് ടു ബോത്ത് ദ ഡിപ്പാർട്ട്മെന്റ്. രണ്ട് ഡിപ്പാർട്ട്മെന്റിനും അതാത് തന്നെ റെസ്പെക്ട് കൊടുത്ത് അതിൻ്റെ പ്രൊഫഷണൽസിനെ വെച്ചിട്ട് ഹൗ ക്യാൻ വി മൂവ് ദിസ് ഫോർവേഡ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്ക് റേഡിയൻസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടായത്. ആൻഡ് ദറ്റ് ഐ വുഡ് സേ പീപ്പിൾ ആക്സെപ്റ്റഡ് ഇറ്റ് വെരി വെൽ. 2020 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. അപ്പൊ ഉപ്പ ഒരു പഠിക്കാൻ വേണ്ടി മകൾക്ക് തരുന്ന പോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കയ്യിലേക്ക് തന്നു. ഇതും കൊണ്ട് എത്ര സ്ക്വയർ ഫീറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ 1000 സ്ക്വയർ ഫീറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തൊരു ലോക്ക്ഡൗൺ വരുമെന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ആൻഡ് 4 സ്റ്റാഫ്സേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ 1 ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് പിന്നെ ഒരു 4000 സ്ക്വയർ ഫീറ്റിലേക്ക് വി എക്സ്പാൻഡ്. എത്ര നാളും കൊണ്ട് ഉപ്പാനെ പ്രൂവ് ചെയ്ത് കാണിച്ചു? 1 ഇയർ കഴിഞ്ഞ് ആണ് നമ്മൾ സെക്കൻഡ് ക്ലിനിക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സെക്കൻഡ് ക്ലിനിക്കിൻ്റെ ഓപ്പണിംഗ് കഴിഞ്ഞ് ഒരു 6 months കഴിഞ്ഞപ്പോഴാണ് ഉപ്പ എന്നോട് പറയുന്നത്, ഓൾമോസ്റ്റ് 2 years കഴിഞ്ഞപ്പോൾ ഹി സോ മീ ഡൂയിങ് വെൽ ആൻഡ് എല്ലാ മന്തും ഞാൻ ദുബായിൽ പോവും, അവിടുത്തെ വർക്കിൽ ഇൻവോൾവ് ആണ്. അപ്പോഴാണ് ഉപ്പ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ വിളിച്ചു ഒരു 6 മാസം കഴിയുമ്പോൾ നീ കൂട്ടിക്കെട്ടി തിരിച്ചു വരും. ഞാനിവിടെ നിനക്കുള്ള കസേരയൊക്കെ റെഡിയാക്കി ഇട്ടേക്കുമായിരുന്നു. പക്ഷേ നീ ഇത് ലാസ്റ്റ് ചെയ്യുന്നു, ഞാൻ ഇത്രയും ചാലഞ്ചസ് ഒക്കെ എടുത്തിട്ട് നീ ഇത് മുന്നോട്ട് പോവും അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. ബട്ട് ഐ എം പ്രൗഡ് ഓഫ് യു ആൻഡ് ദാറ്റ് വാസ് മൈ ബിഗ്ഗസ്റ്റ് അക്കംപ്ലിഷ്മെന്റ് ഐ വുഡ് സേ.
ആൻഡ് യാ അവിടെ റെഡിയാക്കിയിട്ട കസേരയിൽ ഞാൻ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, പക്ഷേ വിത്ത് എ ലിറ്റിൽ മോർ ബെറ്റർ എക്സ്പീരിയൻസ്. കുറച്ചുകൂടെ നമ്മളെ തന്നെ മോൾഡ് ചെയ്തെടുത്തു, അതെ, ഒരു ഓൺട്രപ്രണർ ആയിട്ടും ഒരു ഡോക്ടറായിട്ടും. ഈ ഫസ്റ്റ് നമ്മൾ 1000 സ്ക്വയർ ഫീറ്റിന്റെ പനമ്പിളി നഗറിലാണ് ഇതിന് ഇനാഗുറേഷൻ ഒക്കെ വരികയാണ്. അപ്പോൾ ഇതിനേക്കാളൊക്കെ മുന്നേ നമ്മളൊരു വുമൺ ആണ്, നമുക്ക് ഇപ്പോൾ ഇവിടെ ഇല്ല, നമുക്ക് കുറേ ചലഞ്ചസ് ആ ഫേസിൽ വരും. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, ഇതിനകത്തേക്കുള്ള പ്രൊഡക്ട്സ് മേടിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആ ഒരു കാര്യത്തിലേക്ക് വന്നപ്പോൾ എവിടെയെങ്കിലും ഒരു വുമൺ ആണെന്നുള്ള റെസ്ട്രിക്ഷൻസ് കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലും എനിക്ക് ആ വുമൺ ആണെന്നുള്ള റെസ്ട്രിക്ഷൻ എൻ്റെ മനസ്സിലില്ല. ആസ്ക് യുവർ സെൽഫ് വൈ നോട്ട് ഇസ് വാട്ട് ഐ ഹാവ് ബീൻ ട്രെയിൻ ടു ഡു. സോ ഇപ്പോൾ വർക്ക് നടക്കുന്ന സമയത്താണെങ്കിലും ചിലപ്പോൾ 12 മണി, നമ്മളെ നാട്ടിലത്തെ വർക്ക് സ്കെഡ്യൂളല്ലേ, 10 ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 15 ദിവസമാവും. അപ്പോൾ 12 മണി 1 മണി ഒക്കെ സമയത്തായിരിക്കും ചിലപ്പോൾ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഐ ഗോ ടു ദ സൈറ്റ് ബിക്കോസ് ഐ ലൈക്ക് ടു പേഴ്സണലി സീ വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പം എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ഇങ്ങനെ അയ്യോ 12 മണി ആയല്ലോ, ഞാൻ പെൺകുട്ടിയാണ്, ഞാൻ ആ സമയത്ത് അവിടെ പോകാൻ പാടില്ല. ഇല്ല, എന്ത് വന്നാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആരെങ്കിലും ചോദിച്ചാൽ ഞാനിവിടെ ഉണ്ട്, നമ്മളെ സ്ഥാപനം നമ്മൾ തന്നെയല്ലേ നോക്കേണ്ടത് എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അത് അവരുടെ പെർസ്പെക്റ്റീവിനെയും മാറ്റും. അവർ ശരിയാ, അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നല്ല. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ആൾക്കാർ മാറി ചിന്തിക്കുന്നിടത്താണ് ഇതൊക്കെ മാറുന്നത്. ഓക്കെ, ഇപ്പോൾ 2 വർഷം കൊണ്ട് നമ്മൾ പുതിയ ക്ലിനിക്കിലേക്ക് മാറി. ഇന്ന് എത്ര എംപ്ലോയീസ് ഉണ്ട്? ഇപ്പോൾ വി ഹാവ് അറൗണ്ട് 30 എംപ്ലോയീസ് അണ്ടർ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദെം ആർ വിമൻ. Yeah, and I always tell them don't limit yourself just like this. ഇപ്പം കുട്ടിയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻലോസ് ഉണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഈ സമയത്ത് വരാൻ പറ്റില്ല, അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളുടെ ലൈഫിൽ 2 വേർട്ടിക്കലാണ്, ഒരു പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും. അത് അതേ ഇമ്പോർട്ടൻസിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ള എല്ലാവരോടും പറയുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഈ റേഡിയൻസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഈ ക്ലിനിക്കിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പുതിയ ഇന്നൊവേഷൻ, കുറേ ആരാണ്ടി ചെയ്യേണ്ട ഒരു ഇന്നൊവേഷനാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതുവരെ കേട്ടുകേൾവി ഇല്ലാത്ത, ഒന്നെങ്കിൽ നമ്മൾ ആയുർവേദ ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ നമ്മൾ എസ്തറ്റിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഡെർമറ്റോളജി ക്ലിനിക്കുകൾ കണ്ടിട്ടുണ്ടാകും. ഇത് രണ്ടും 2 ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതിനെ ക്ലബ് ചെയ്തൊരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ആ ആളുകൾക്കിടയിലേക്കാണ് പുതിയൊരു ഇന്നോവേഷനുമായിട്ട് ബാസിമ വരുന്നത്. ഇതിന് എത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടിയിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ? ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും ഏറ്റവും വലിയ ചാലഞ്ചും. ആൾക്കാർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. ഇതെങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷൻ വന്നത് എന്നുള്ളത് ബേസിക്കലി ഞാൻ പേഴ്സണലി ആണെങ്കിലും ഫോർ എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഓഫ് മൈൻ വെൻ വി സ്റ്റാർട്ടഡ് യൂസിങ് ആയുർവേദ വിത്ത് കോസ്മെറ്റോളജി, ദാറ്റ് ഈസ് ആയുർവേദത്തിൽ നമ്മൾ ഗട്ട് ക്ലിയർ ചെയ്യുന്നു, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നു, ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് യൂസർ ഫ്രണ്ട്ലി ഫോർമാറ്റിലായിട്ടുള്ള ഫോർമുലേഷൻസ് കോസ്മെറ്റോളജിയിലുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. We were seeing amazing results. And then we were like, then why not? എന്തിനാണ് നമ്മൾ 2 ഡിപ്പാർട്ട്മെൻറ്റിനെ 2 ഈഗോയിസ്റ്റിക് ആയിട്ട് മാറ്റി വയ്ക്കുന്നത്? ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ വി ഹാവ് എ ബഞ്ച് ഓഫ് ബ്യൂട്ടിഫുൾ അമേസിംഗ് ഡോക്ടേഴ്സ് who work without any ego. So we have dermatologists working with us, we have nutritionists working with us, we have Ayurvedic doctors, aesthetic physicians working with us to give this result. അപ്പോൾ നമ്മളെ മുന്നിൽ വരുന്ന ഒരാൾക്ക് അയാളുടെ കൺസേൺ എന്താണ്, അത് ക്ലിയർ ചെയ്യാൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെയാണ് ആൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് വി ഗിവ് ഇറ്റ് ടു ദെം ഇൻ എ ക്യാപ്സ്യൂൾ ഫോർമാറ്റ്. ദാറ്റ് ഈസ് വാട്ട് വി ഡു. നൗ ഹൗ വാസ് ദാറ്റ് എ ചാലഞ്ച് ഫോർ അസ്? ഇനിഷ്യലി കുറേ പേര് ചോദിക്കുമായിരുന്നു, ഇതെന്താണ് നിങ്ങൾ മിക്സ് ചെയ്ത് ചെയ്യുന്നത്, ഇത് എത്തിക്കലാണോ, നിങ്ങൾ പഠിച്ചിട്ടാണോ ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി വി ആർ ഓൾ വെരി ക്വാളിഫൈഡ് ടു ഡു ദിസ്, ദാറ്റ് ഇസ് വൈ വി ആർ ഡൂയിങ് ദിസ്. ആൻഡ് നമ്മളൊരിക്കലും മിക്സ് ചെയ്തിട്ടോ ഒന്നുമല്ല, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ റെസ്പെക്റ്റും ഇമ്പോർട്ടൻസും കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ another thing is almost 99% people are educated. So it was very easy to communicate it to them. And one more thing was that ഇതിന് റിസൾട്ട് കണ്ടിട്ട് അവർ പറഞ്ഞു വരുന്ന ആൾക്കാരാണ് നമ്മളടുത്ത് കൂടുതൽ ആൾക്കാർ വന്നത്. നമുക്ക് കൂടുതൽ മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു, കൂടുതൽ വേർഡ് ഓഫ് മൗത്ത് ആയിരുന്നു നമുക്ക്. ആൻഡ് ദാറ്റ് റിയലി ഹെൽപ്ഡ് അസ്. ഇപ്പോഴും ഒരു പേഷ്യൻ്റ് വന്ന് അവരുടെ, ഇപ്പം ഞാൻ പേഴ്സണലി കൺസൾട്ട് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് എന്തായി ഇപ്പോഴും അവരുടെ സിറ്റുവേഷൻ ഏതാണെന്നുള്ളൊരു ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഐ തിങ്ക് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഓക്കെ, ഇനി ഒരു ഓൺട്രപ്രണർ യാത്രയിൽ ഞാൻ മാറി ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ഞാനൊരു 6 years മുന്നേ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഈ ഡോക്ടർ ചെന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ ഇപ്പം നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കാം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കാം. പക്ഷേ ഈ ഡോക്ടർ ആദ്യം എന്നോട് പറഞ്ഞത്
ഫസ്റ്റ് നിങ്ങളുടെ സ്റ്റൊമക്കിൽ നിന്നാണ് എല്ലാ അസുഖങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ അങ്ങനെ ഒരു സാധനം കേട്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് തലവേദനയാണ്, അപ്പോഴും പുള്ളി പറയും സ്റ്റൊമക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഷോൾഡർ പെയിൻ ആണ്, അപ്പോഴും ഡോക്ടർ പറയും സ്റ്റൊമക്കാണ് ഇതിൻ്റെ റീസൺ. ഈ സ്റ്റൊമക്കാണ് ഇതിൻ്റെ റീസൺ എന്ന് കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 5-6 ഇയേഴ്സ് ആയിട്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും വന്നതിന് ശേഷമാണ് അത് കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മൾ കേട്ടിട്ട് തുടങ്ങിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും വൈറൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബേസിക്കലി ഗട്ട് ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ ജീവനോട് വെക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലേ? ഇതെവിടെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്? ഇറ്റ്സ് ഇൻ യുവർ സ്റ്റമക്ക്, ഇറ്റ്സ് ഇൻ യുവർ ഇൻറ്റസ്റ്റൈൻസ്, ഇറ്റ്സ് അബ്സോർബ്ഡ് ത്രൂ യുവർ ഇൻറ്റസ്റ്റൈൻസ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഗുഡ് ഗട്ട് ഹെൽത്ത്. ആൻഡ് ദർ ഇസ് സംതിങ് കോൾഡ് എസ് ഗട്ട് ബ്രെയിൻ ആക്സസ്. ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അസിഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൂഡ്സിനെ എഫക്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണം എന്ന് പറയുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണം എന്ന് പറയുന്നത് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ അസിഡിക് ആയി തുടങ്ങും. അപ്പോൾ നമ്മൾ എനർജി ലെവൽസ് ഡ്രോപ്പ് ആവും, നമ്മുടെ ഷുഗർ ലെവൽ ഫ്ലക്ച്വേഷൻ വരും, നമുക്ക് ചെറിയൊരു കുറച്ച് വീക്കായിട്ടുള്ളവരും തലകറക്കം തലചുറ്റലൊക്കെ വരാം, അസിഡിറ്റി വരാം, ബ്രെയിൻ ഫോഗ് വരാം. ദെൻ വാട്ട് ഹാപ്പൻസ്, ഒരു 2 o'clock ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് വിശന്ന് അസിഡിക് ആയടുത്താണ് നമ്മൾ പോയി ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ദർ വിൽ ബി എ ഗ്ലൂക്കോസ് സ്പൈക്ക് വിച്ച് വിൽ മേക്ക് us more tired. So in effect our whole day is gone. So it's very important that you look into what you put into your body. You look into ഒരു gut purification once in a while. And ഇത് നമ്മളുടെ ഇപ്പോൾ ആങ്സൈറ്റി, കുറേ പേര് പറയും പണ്ട് ആങ്സൈറ്റിക്ക് മലയാളത്തിൽ വെരി കോമൺലി എന്താ പറഞ്ഞിരുന്നത്? എനിക്കൊരു ആളലാണ്, എനിക്ക് വയറിന്ന് ഒരു ആളൽ വരുന്നു. ഇത് ഇസ് ബേസിക്കലി എ സിംറ്റം ഓഫ് ആങ്സൈറ്റി. ബട്ടർഫ്ലൈസ് ഇൻ യുവർ സ്റ്റമക്ക് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഓൾസോ ഇതൊക്കെ. സോ എല്ലാ ഇമോഷൻസും സംവെയർ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു യുവർ ഗട്ട്. യാ, സോ ഈ ആങ്സൈറ്റി, all of this can be a byproduct of what is happening with your gut. One, vice versa also. If you're anxious, you can get acidic. If you're stressed, you might have irritable bowel syndrome. നമ്മളെ ഗട്ട് ഫുൾ വാഷ് ഓഫ് ചെയ്യുന്ന പോലെ നമുക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് ബാത്റൂം പോയിട്ട് വരാമെന്ന് പറയും കുറേ പേര്. അതെന്തുകൊണ്ടാണ്? That's because you're feeling anxious, you're feeling stressed, it is affecting your gut. So there is a very evident gut and brain connection, which is why gut is very important. അതിപ്പോൾ സ്കിന്നിനായിക്കോട്ടെ ഹെയറിനായിക്കോട്ടെ ഇതൊക്കെ നല്ല ഗട്ട് ഹെൽത്തിൻ്റെയും നല്ല ബോഡി ഹെൽത്തിൻ്റെയും ബൈ പ്രോഡക്ട്സ് ആണ്. ഞാൻ ഇതിന് മുന്നേ സംസാരിച്ച് പറഞ്ഞല്ലോ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്കിപ്പോൾ ഈ വാച്ച് മുറുക്കി കൈ കെട്ടിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒരുപാട് പേർക്ക് ഉണ്ടാവുമായിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ഇതങ്ങ് റെഡിഷ് ആകും, പിന്നെ അവിടെ ഇച്ചിങ് സ്റ്റാർട്ട് ചെയ്യും, അത് എൻ്റയർ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പം എനിക്ക് എൻ്റെ ആഫ്റ്റർ ഡെലിവറി കുഞ്ഞ് പാല് കുടിക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സഫർ ചെയ്തിട്ടുണ്ട്. കാരണം അവനിങ്ങനെ സക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഇച്ചിങ്ങും റെഡ്നെസ്സും, പിന്നെ എൻ്റയർ ബോഡിയിലേക്ക് അത് സ്പ്രെഡ് ആവും. പക്ഷെ ഒരു പരിധി വരെ ഇത് സ്ട്രെസ്സാണെന്നും ആൻസൈറ്റി ആണെന്നും നമുക്കറിയാനും പാടില്ല, പറഞ്ഞു തരാൻ നമ്മുടെ ചുറ്റും ആളുകളില്ല താനും. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ ലൈക്ക് ആ സമയത്ത് ഈ കുഞ്ഞിനെ നോക്കുന്ന എങ്ങനെയാണെന്നുള്ള സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് പ്രഷർ ആയിരിക്കും. ഇപ്പോൾ ഒരുപാട് ഈ വർക്കിംഗ് വുമൻസ് ഒരുപാട് പേര് അതൊരു സ്ട്രെസ്സായിട്ട്, പക്ഷെ ഇവർക്ക് ഇത് അറിയാൻ പറ്റുന്നില്ല ഇതുവരെ സ്ട്രെസ്സാണോ ആൻസൈറ്റി ആണോ എന്നത് പറഞ്ഞു തരാൻ ആർക്കൂട്ട് അറിയാനും പാടില്ല. ഞാൻ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ആ ഡോക്ടറിനോട് ആദ്യം പറഞ്ഞു ആൻസൈറ്റി ഒഴിവാക്കും. പക്ഷേ ഈ ആൻസൈറ്റി എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് നമ്മുടെ ഈ ആളലാണ് ആൻസൈറ്റി ആയിട്ട് നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ മാക്സിമം നമ്മൾ ഒഴിവാക്കുക. A lot of working women, it's not easily said that it takes a village to raise a child. അപ്പോൾ ഇപ്പം എല്ലാവരും ഒറ്റയ്ക്കാണ്, കുറേ പേര് ലോൺലിയാണ്, കുറേ പേര് ഒറ്റയ്ക്ക് ഹസ്ബൻഡുമായിട്ട് താമസിക്കുന്നവരായിരിക്കാം. അപ്പം they have to do a lot of things together. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്ട്രെസ് ആങ്സൈറ്റി അവരുടെ ബോഡിയിൽ പല രീതിയിലും കാണിക്കാം. അതുപോലെ തന്നെ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം ഇതുവരെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ആണ് എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനം കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഹോം റെമഡീസ് കുറേ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ആദ്യം കാണിക്കും നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടോ, ഇന്ന കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കൂ, നിങ്ങളുടെ സ്കിൻ മറ്റേ സിനിമാ നടിമാരുടെ സ്കിൻ പോലെ തിളങ്ങണോ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നത് കൊണ്ടാണോ അതോ സെൽഫിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണോ ഒരുപാട് ഈ പറയുന്ന ഗ്ലൂട്ടതയോൺ ഇഞ്ചക്ഷൻ എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഇൻടേക്കുകളാണെങ്കിലും IV എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്.
പണ്ട് പ്രോട്ടീൻ പൗഡർ കഴിക്കാതിരുന്ന ആളുകളാണ്, സ്റ്റിറോയിഡ് ആണെന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യാൻ തയ്യാറാവുന്നത്. അപ്പോൾ ആ ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ എത്രത്തോളം വളർന്നു വരുന്നുണ്ട്, അത് എത്രത്തോളം നമുക്ക് നമ്മുടെ ഹെൽത്തിന് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ വളരെ സാധാരണക്കാരായ ആളുകളാണ്. നമ്മളിങ്ങനെ ട്രീറ്റ്മെൻറ്റ് കാര്യം പറയുമ്പോൾ എൻ്റെ മമ്മിക്ക് ടെൻഷനാവും, അയ്യോ അത് ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇത് എത്രത്തോളം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, എത്രത്തോളം നമുക്ക് നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്? ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളതൊരു പുറമെ അപ്ലൈ ചെയ്യുന്നൊരു ക്രീമാണെങ്കിലും അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണം മാത്രം അല്ലെങ്കിൽ മരുന്നോ സപ്ലിമെൻറ്റോ മാത്രമല്ല, പുറമെ അപ്ലൈ ചെയ്യുന്ന ഒരു ക്രീമാണെങ്കിൽ പോലും അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് അറിയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ആ പാക്കേജിങ് നല്ല ഭംഗിയുണ്ട്, അതല്ല, അതൊന്ന് തിരിച്ച് നോക്കി അതിൻ്റെ ബാക്കിൽ എന്താണെന്നുള്ളത് വായിക്കുക, അത് എവിടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് വായിക്കുക. ഇനി ഇതെനിക്ക് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ദർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ടേക്ക് ആൻറ്റി ഓക്സിഡൻസ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. ഗട്ട് ഹെൽത്ത് ബെറ്റർ ആവാൻ കഴിക്കുന്നവരുണ്ട്, ബ്ലോട്ടിങ് കുറയാൻ വേണ്ടി കഴിക്കുന്നവരുണ്ട്, ലിവർ ഹെൽത്തിന് കഴിക്കുന്നവരുണ്ട്, കൂടുതൽ പേരും ഈ പറഞ്ഞ പോലെ സ്കിൻ ബെറ്റർ ആവാൻ വേണ്ടി കഴിക്കുന്നുണ്ട്. അത് സോ തിങ് ഈസ് അതൊരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ അല്ല. ആൻഡ് ഈ വെളുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ക്ലെൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻ്റെ ഹെൽത്ത് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഷോ അപ്പ് ആസ് ഗുഡ് കോംപ്ലക്ഷൻ. അതിന് പിന്നെ നമ്മളുടെ ഒരു ഡയറ്റ് തന്നെ, ഇഫ് യു ആർ യൂസിങ് എ ഗുഡ് ഡയറ്റ് and you're following a good routine, that will show up on your skin. So ഇനി supplement is an addition. അത് നമ്മൾ ഭക്ഷണം കഴിക്കാതെ മീൽ സ്കിപ്പ് ചെയ്തിട്ട് എടുത്ത് കഴിക്കേണ്ട ഒരു സംഭവം അല്ല. ഇത് ഈസിയാണ്, പാക്കറ്റിൽ വരുന്നു എന്ന് വെച്ചിട്ട് അതൊരു ഷോർട്ട് കട്ട് അല്ല. സോ never depend on a supplement for years. Maximum 3 months to 6 months കഴിക്കുക. അതും തന്നെ if you can do, make a choice after meeting a doctor, well and good. കാരണം എപ്പോഴും ഒരു ഡോക്ടർ നിങ്ങൾക്ക് തരുന്ന ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു സജഷൻ നിങ്ങളുടെ ബോഡി നോക്കിയിട്ട് മാത്രമല്ല, നിങ്ങളെ പോലത്തെ വേറൊരു 100 പേരെ കൺസൾട്ട് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൊണ്ടും കൂടെയാണ് അവരിത് പറയുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും, ഇപ്പം ഞാൻ ചിലപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ ആ ഡോക്ടർ ചിന്തിക്കും. കാരണം എനിക്കറിയാം ഞാനൊരു പേഷ്യൻറ്റിനെ എങ്ങനെയാണ് നോക്കുന്നത്. അപ്പം അവരുടെ ഗട്ട്, അവരുടെ ഹോർമോൺ, പല പല വേർട്ടിക്കലിൽ തിങ്ക് ചെയ്തിട്ടാണ് ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു സജഷൻ നിങ്ങൾക്ക് തരുന്നത്. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ഫോളോ ആൻഡ് ഇറ്റ് വിൽ ബി ഹാഫ് യുവർ ജോബ് ഡൺ. പിന്നെ നമ്മൾ വറിഡ് ആവേണ്ട, അയ്യോ ഇതെനിക്ക് എഫക്റ്റീവ് ആവോ അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എനിക്ക്. പിന്നെ എല്ലാവർക്കും എല്ലാ സപ്ലിമെൻറ്റും ചേരില്ല. അത് കഴിച്ച് അതൊരു റിയാക്ഷൻ വന്ന് അത് അറിയുന്നതിനേക്കാളും നല്ലത് അത് നമുക്ക് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് അധികം കഴിക്കാതിരിക്കുന്നതാണ് അല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ആ ഒരു ട്രെൻഡ് ഭയങ്കരമായിട്ട് മാറി തുടങ്ങി. ഇപ്പം ഒമേഗ 3 ഒരു ബ്രാൻഡ് നോക്കാതെ ആൾക്കാർ മേടിച്ചു തുടങ്ങി. ഇപ്പം ലൈക്ക് ഇപ്പോൾ വെൽനെസ് എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ ഹോസ്പിറ്റൽ ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു, ഇപ്പോൾ വെൽനെസ് ആയി. അപ്പോൾ അതിനകത്ത് ബ്രാൻഡുകൾ വരുന്നില്ല, വെൽനെസ് സെന്റേഴ്സ് ആയി. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും ഒമേഗ 3 മേടിച്ചു അല്ലെങ്കിൽ വൈറ്റമിൻ ഡി മേടിച്ചു, ഇതിനകത്ത് കണ്ടന്റ് എന്താണെന്ന് പോലും നോക്കുന്നില്ല. അതൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്നാണോ വരുന്നതെന്ന് പോലും നോക്കാതെയാണ് ആളുകൾ വാങ്ങുന്നത്. പക്ഷെ അത്തരത്തിലുള്ള പർച്ചേസിങ് ഭയങ്കരമായിട്ട് നമുക്ക് ദോഷം ചെയ്യത്തില്ലേ? ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മളൊരു ഒമേഗ 3 സിമ്പിളായിട്ട് പറയാം, ഒരു ഒമേഗ 3 നമ്മൾ നന്നായിട്ടൊരു മീനോ അല്ലെങ്കിൽ സീഡ്സ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു അഡീഷണൽ ഒമേഗ 3 എടുക്കണം എന്ന് അത്ര നിർബന്ധമില്ല. ഇനി ഓക്കെ, യു ആർ ടേക്കിംഗ് അഡീഷണൽ ഒമേഗ 3, വിച്ച് ബ്രാൻഡ് ആർ യു ടേക്കിംഗ്, വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഒമേഗ 3 ദാറ്റ് യു ടേക്കിംഗ്, ദാറ്റ് ഈസ് EPA കൗണ്ട് എത്രയാണ്, DHA കൗണ്ട് എത്രയാണ്, ഇത് നമ്മളുടെ ബോഡിയിലേക്ക് ആവശ്യം. ചിലപ്പം ചില ക്യാപ്സ്യൂൾ 3 എണ്ണം കഴിക്കേണ്ടി വരും, പക്ഷെ അവരുടെ ഒരു സമാധാനത്തിന് 1 കഴിക്കുള്ളൂ. അപ്പം അതുകൊണ്ടൊരു ഗുണമുണ്ടോ? കഴിക്കുകയും ചെയ്തു, ഗുണവുമില്ല. എന്നിട്ട് കുറേ പേഷ്യൻസ് നമ്മളെ അടുത്ത് തന്നെ ചിലർ വന്നിട്ട് വരും, ചില ബ്രാൻഡ് ഡോക്ടർ ഞാൻ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് അതൊന്നും വർക്ക് ചെയ്യില്ല, വേറെ എന്തെങ്കിലും ഇതാ. അപ്പം നമ്മൾ ഇരുത്തി, ഇപ്പം എൻ്റെ ഒരു കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ഐ ടേക്ക് അറ്റ്ലീസ്റ്റ് 45 minutes വിത്ത് എ പേഷ്യൻറ്റ്. അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ ഈ പേഷ്യൻറ്റിൽ നിന്ന് തന്നെ മനസ്സിലാവും. ദാറ്റ് ഈസ് അവരെന്നെ പറയും, ഇല്ല ഞാൻ എടുത്തപ്പോൾ ഇങ്ങനെയാണ് എടുത്തിരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അവർ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ആൻഡ് ദെൻ ഇതേ സെയിം സാധനം തന്നെ കുറച്ചും കൂടി ഒരു ബെറ്റർ ഗൈഡൻസിൽ ചെയ്യുമ്പോൾ they'll get better result. Okay. So which is why supplements is not your enemy, but it's not your best friend also. It is an addition that you should have if you require it. അതുപോലെ ഇന്ന് ഏറ്റവും ട്രെൻഡായിട്ടുള്ള കാര്യമാണ് കൊറിയൻ
ട്രീറ്റ്മെൻറ്റ് കൊറിയൻ സ്കിൻ കെയർ. നമ്മൾ പണ്ടൊക്കെ നമ്മുടെ സലൂൺസിൽ പോയിട്ട് മറ്റേ ഫേഷ്യൽ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഒരു എൻവലപ്പ് ചോദിക്കും, അല്ല ലൈക്ക് ഒരു കാറ്റലോഗ് ചോദിക്കും. അപ്പോൾ ഇതിനകത്ത് ഗോൾഡൻ ഉണ്ടാകും, അങ്ങനെ ഫ്രൂട്ട് ഫേഷ്യൽ ഉണ്ടാകും, നോർമൽ ഫേഷ്യൽ ഉണ്ടാകും. ഇപ്പോൾ അവിടെയൊക്കെ ഏറ്റവും ഫസ്റ്റ് കാണുന്ന കൊറിയൻ ഫേഷ്യൽ. ഈ ആക്ച്വലി ഇത് രണ്ട് സ്കിൻ ടൈപ്പ് രണ്ടല്ലേ? ഇപ്പം നമ്മുടെ ഇന്ത്യൻസിൻ്റെ സ്കിൻ ടൈപ്പ് അല്ല കൊറിയൻസിൻ്റെ. പക്ഷെ എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇത് ഭയങ്കര പോപ്പുലറാണ്. നമ്മുടെ നാട്ടിലെ എനിക്ക് തോന്നുന്നു ടീനേജേഴ്സ് മുതൽ എല്ലാവരും ഇതിലൂടെ ഒരു അഡിക്ഷൻ പോലെ പ്രൊഡക്ട്സ് വാങ്ങുന്നുണ്ട്. ശരിക്കും നമുക്കിത് സ്യൂട്ടാണോ? ബേസിക്കലി കൊറിയൻ ക്ലൈമറ്റ് ഇസ് വെരി ഡ്രൈ. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും സ്റ്റെപ്പ് റുട്ടീൻ വേണ്ടത്, ഇത്രയും പ്രോഡക്ട്സ് വേണ്ടത്. നമ്മളിപ്പോൾ തന്നെ നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ ഒരു ദുബായിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകുമ്പോൾ ക്ലൈമറ്റ്സ് എ വെരി ഡിഫറെൻറ്റ്. സോ അവർ ഫോളോ ചെയ്യുന്നത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പോലത്തെ സ്കിൻ കിട്ടും എന്ന് പറയുന്നത് ഇസ് നോട്ട് ട്രൂ. ആൻഡ് യു ഡോണ്ട് നീഡ് ദാറ്റ്. അതിൽ നിന്ന് അവരെ കുറേ നല്ല ഫോർമുലേഷൻസ് ഉണ്ട്, അത് മാത്രം ഒരു സീറോ എന്തെങ്കിലും മാത്രം എടുത്ത് അത് യൂസ് ചെയ്യുന്നത് ഇസ് ബെറ്റർ ദാൻ ഫോളോയിങ് ദ ഹോൾ തിങ് ബ്ലൈൻഡ്ലി. സെക്കൻഡ്ലി കൊറിയൻസിൻ്റെ സ്കിൻ മാത്രമല്ല, ദേ ആർ വെരി വിജിലൻ്റ് ഓൺ വാട്ട് ദേ ഈറ്റ്. നമ്മൾ കഴിക്കുന്ന പോലെ കുറേ സ്പൈസസും ഇതൊന്നും കഴിക്കാത്ത ആൾക്കാരാണ് കൊറിയൻസ്. ദേ ഹാവ് steamed food, they have broth that they eat. So ഈ കൊറിയൻ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുമ്പം ആ സ്കിൻ വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാതെ അതിലെന്താണ് നമ്മളുടെ ക്ലൈമറ്റിനും നമ്മളുടെ സ്കിന്നിനും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ടെമ്പറേച്ചറിനും ആപ്റ്റ് ഒന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യും. ഐ ഓൾസോ ഗെറ്റിംഗ് യുവർ ഡയറ്റ് അണ്ടർ കൺട്രോൾ. അപ്പോൾ ഇതാണ് വാട്ട് ഐ വുഡ് സജസ്റ്റ്. പിന്നെ എപ്പോഴും നമുക്കൊരു എഫിനിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഒരു സമയത്ത് അമേരിക്കൻ സ്റ്റൈലായിരുന്നു നമ്മൾ ഫോളോ ചെയ്യുന്നത്, പിന്നെ ഒരു സമയത്ത് സോ ആ എഫിനിറ്റി ടു ഫോളോ സംബഡി എൽസ്, അതിനേക്കാളും ഫൈൻഡ് ഔട്ട് വാട്ട് വർക്ക്സ് ഫോർ യു. ഇപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സിലൊക്കെ കെ ഡ്രാമ സീരീസുകളും ഇതൊക്കെ ഭയങ്കരമായിട്ട് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ടു ദ എക്സ്റ്റെൻറ്റ് എനിക്ക് എൻ്റെ സ്കിന്നിന് സൂട്ട് ആവുന്ന ഒരു സാധനം ആവില്ല എനിക്ക് എൻ്റെ സ്കിന്നിന് സൂട്ട് ആവുക, എൻ്റെ ഹെയറിന് സൂട്ട് ആവുന്ന ഒരു സംഭവം ആവില്ല വാട്ട് വിൽ സൂട്ട് യു. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു understand and find out what suits your skin and then do accordingly. അല്ല, ഇപ്പം ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ മുടി ഊരിപ്പോണു, അതിനും വൈറ്റമിൻ ഡി കഴിക്കും. മറ്റേ താരനുണ്ട്, അതിനും എന്തെങ്കിലും കഴിക്കും. ലൈക്ക് എണ്ണ തന്നെ ഇപ്പം എത്ര ബ്രാൻഡുകളാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ഹെയർ ഓയിൽ ബ്രാൻഡുകളാണ്. എല്ലാവരും പറയുന്ന കോമൺ കാര്യം താരൻ പോകും. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഒരു പറയും, നിങ്ങളുടെ ഗട്ട് ശരിയാക്കിക്കോ, താരൻ ഉണ്ടാവില്ല. Acidity and dandruff has very കണക്റ്റഡ്. വെരി ഗുഡ് കണക്ഷൻ. ദാറ്റ് ഈസ് നമ്മൾ ബോഡി അസിഡിക് ആകുമ്പോൾ നമ്മളെ സ്കിൻ ഡ്രൈ ആവും. ആൻഡ് ഫസ്റ്റ് തിങ് ദാറ്റ് ഇറ്റ് ഫ്ലെയർസ് അപ്പ് ഇസ് യുവർ സ്കാൽപ്പ്. സോ ഗട്ട്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ്ലി ഇപ്പോൾ പറഞ്ഞല്ലോ സെൽഫ് ട്രീറ്റിംഗ് എന്നുള്ളൊരു സംഭവം. ചിലപ്പോൾ നമ്മൾ ആദ്യം ഒരു മുടിയൊഴിച്ചിൽ വന്നു, വിറ്റമിൻ ഡി കഴിച്ചു, ചിലപ്പോൾ മുടിയൊഴിച്ചിൽ കുറയാം ചിലപ്പോൾ. പക്ഷേ രണ്ടാമത് വരുന്നു, ഇതേ സെയിം ആൾക്കാർ ഇതേ സെയിം സാധനം കഴിക്കുമ്പോൾ കുറയില്ല. അപ്പോൾ ഒരു ആദ്യം എനിക്ക് കുറഞ്ഞ പിന്നെന്താ എനിക്കറിയില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ണടച്ച് വെടിവെക്കുന്നൊരു സംഭവമാണിത്. ഇൻസ്റ്റെഡ് ഫൈൻഡ് ഔട്ട് വാട്ട്, ഇപ്പം നമുക്ക് നമ്മളെ ബോഡിയിൽ എന്താണ് കറക്റ്റ് കുറവ് അല്ലെങ്കിൽ എന്ത് കാരണമാണ് ഇത് ഉണ്ടാവുന്നതെന്ന് ഫൈൻഡ് ചെയ്ത് നമ്മൾ ആ റൂട്ട് കോസ് ഫൈൻഡ് ചെയ്ത് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് റിസൾട്ട് വിൽ ബി സസ്റ്റൈനബിൾ ഫോർ യു. ഞാനിപ്പം മുമ്പ് നമ്മളൊരു കോൺവെർസേഷനിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ഒരു വീട് വെക്കുന്നതും നമ്മൾ ഒരു പ്ലാൻ നോക്കി വീട് വെക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ആണത്. ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്നതും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതും ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് എ ലിറ്റിൽ മോർ ബെറ്റർ പെർസ്പെക്റ്റീവ് വിച്ച് ഇസ് കുറച്ചും കൂടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ആ റിസൾട്ട്. ഓക്കെ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ബാസുവിൻ്റെ പല വീഡിയോസ് കാണുമ്പോൾ നമ്മളിപ്പോൾ കോസ്മെറ്റോളജിയിലുണ്ടെന്ന് വിശ്വസിക്കുന്ന കുറേ ട്രീറ്റ്മെൻറ്റ്സ്, ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്, ഇപ്പം പണ്ടൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ആരും ഇതിനെക്കുറിച്ച് ബോധേഡല്ല. നമ്മുടെ സ്കിൻ എങ്ങനെയാണ്, നമ്മുടെ നോസ് എങ്ങനെയാണ്, നമ്മുടെ നമുക്ക് ഡബിൾ ചിൻ ഉണ്ടോ, ഓക്കെ, പണ്ടാണെങ്കിൽ അതൊരു നോർമൽ തിങ്, നമ്മളതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഭയങ്കര ഇതാണ്, ലൈക്ക് അയ്യോ എനിക്ക് ഡബിൾ ചിൻ വന്നു. അപ്പം വണ്ണം കുറച്ചിട്ട് ഡബിൾ ചിൻ കുറയൂല. ഇപ്പോൾ എന്നോടൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കും എന്തെങ്കിലും വേറെ റെമഡി ഉണ്ടോ, അതിന് കുറച്ച് പണിയെടുക്കണ്ടേ. മറ്റേ രംഗുവിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നതല്ലേ, വണ്ണം കുറയാൻ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ 2 കാര്യങ്ങൾ നാരങ്ങ പിഴിയുന്നതും ഊഞ്ഞാലാടുന്നതുമാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ഈ ഡബിൾ ചിൻ എന്നുള്ളതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലുണ്ടെന്ന് ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഈ പറയുന്ന പല ട്രീറ്റ്മെൻറ്റ്സ് മോഡേണിലുള്ള അതേ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കോസ്മെറ്റോളജിയിൽ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് നമുക്ക് ആയുർവേദമായിട്ട് ക്ലബ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ബേസിക്കലി ചില ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഫണ്ടമെൻ്റൽസ് വെൻ യു ഡു ബോത്ത്, ദീസ് ആർ ബോത്ത് 2 സിസ്റ്റം ഓഫ്
മെഡിസിൻ. അല്ലെങ്കിൽ രണ്ട് ഇതിലും നമ്മൾ നോക്കുമ്പോൾ a lot of things that are in common. For example, മൈക്രോ നീഡ്ലിംഗ്. പണ്ട് ആയുർവേദത്തിൽ പ്രച്ഛാനം എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പ്രച്ഛാനം എന്ന് പറഞ്ഞാൽ വൺ ടൈപ്പ് ഓഫ് ബ്ലഡ് ലെറ്റിംഗ് അല്ലെങ്കിൽ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ആണ്. കാര്യം ചെറിയൊരു മൈക്രോ നീഡിൽ അല്ലെങ്കിൽ ലാൻസെറ്റ് വെച്ചിട്ട് മൾട്ടിപ്പിൾ ട്രിക്സ് ചെയ്യുന്നു, അതിന്ന് ബ്ലഡ് ലെറ്റ് ഔട്ടിങ്. അതാണ് മോഡേണിൽ അല്ലെങ്കിൽ എസ്തെറ്റിക് മെഡിസിനിലുള്ള മൈക്രോ നീഡ്ലിംഗ്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഒന്ന് അവിടെ ഒരു ബ്ലഡ് പ്യൂരിഫിക്കേഷൻ. സെക്കൻഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന അതിന് മുകളിൽ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു അത് അത്രയും വൈഡർ ഏരിയയിൽ അബ്സോർബ് ചെയ്യുന്നു, ഗിവിങ് ദാറ്റ് മച്ച് ഓഫ് റിസൾട്ട്. സെക്കൻഡ്ലി കപ്പിംഗ്. കപ്പിംഗ് എത്രയോ കൊല്ലം മുമ്പ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. ആൻഡ് കപ്പിങ്ങിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിംഫാറ്റിക് ഡ്രെയിനേജ്, നമ്മളുടെ എക്സസ് ഓഫ് ബോഡി ഫ്ലൂയിഡ് ബിൽഡപ്പ് എങ്ങനെ കളയുന്നു, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ എങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ അത് കപ്പിംഗ് മോഡേണിലും അല്ലെങ്കിൽ എസ്തെറ്റിക് മെഡിസിനിലും വെൽനെസ്സിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. വേറൊരു സംഭവം കോൺട്രാസ്റ്റ് തെറപ്പി, ദാറ്റ് ഇസ് തണുത്ത വെള്ളവും ചൂടുവെള്ളവും, ഐസ് ബാത്ത്, ക്രയോ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആദ്യം ഒരു ഐസ് ബാത്ത് ചെയ്യുന്നു ആൻഡ് ദെൻ നമ്മളൊരു ചൂടുള്ള സോസിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലേക്ക് ഇതാകുന്നു. ദാറ്റ് ഇസ് ബേസിക്കലി എ ഷോക്ക് ഫോർ യുവർ ബോഡി. ബൈ യുവർ ബോഡീസ് ഹോർമോൺസ് ആൻഡ് എവറിത്തിങ്, യുവർ ബോഡി ബേസിക്കലി സ്റ്റാർട്ട് ടു റീബൂസ്റ്റ് ഇറ്റ്സ് മെറ്റബോളിസം എന്നാണ് പറയുന്നത്. ഇത് ആയുർവേദത്തിൽ പണ്ട് പറയുന്നുണ്ട്. സോ നമ്മൾ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻസിനെ മാറ്റി വയ്ക്കാതെ എല്ലാത്തിലും എന്താണ് ഉള്ളത് എന്നുള്ളൊരു അറിവ് എല്ലാവരും ഒരു എഫേർട്ട് എടുക്കണം എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദെയർ, സോ ദറ്റ് കളക്റ്റീവ്ലി നമുക്ക് ആ ഒരു നോളജ് വെച്ചിട്ട് വി ക്യാൻ ഗിവ് ദ പേഷ്യൻറ്റ് വാട്ട് ദേ റിക്വയർ. സോ ആയുർവേദത്തിൽ ഇപ്പോൾ ഈ ഡബിൾ ചിൻ്റെ കാര്യം പറയുമ്പോൾ ആയുർവേദത്തിൽ പറയുന്നത് ഈ ബ്ലോട്ടിങ് അല്ലെങ്കിൽ ഒരു മൂൺ ഫേസ് എന്നുള്ളൊരു സിംറ്റം പറയും. ഹോർമോണൽ അല്ലെങ്കിൽ ബോഡിയിൽ പൊതുവേ ഒരു ഹോർമോണൽ ഇംബാലൻസ് വരുന്നത്, ഇങ്ങനെ ഫുൾ ചീർത്തിരിക്കുക അല്ലെങ്കിൽ പൊതുവെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ മുഖം ചീർത്തിരിക്കുമല്ലോ, അങ്ങനെ. അതിനെന്താണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുക, അതിനെന്താണ് അകത്തേക്ക് കൊടുക്കേണ്ടത്, എന്ത് കൊടുത്താലാണ് ഈ നീരെല്ലാം ഒന്ന് പോവുക, അല്ലെങ്കിൽ എന്ത് കൊടുത്താലാണ് കുറച്ചും കൂടെ ഒന്ന് ഫേസ് കോൺടോർഡ് ആവുക എന്ന് പറയുന്ന പല സംഭവങ്ങളുണ്ട്. സോ വെനെവർ വി ട്രീറ്റ് എ പേഷ്യൻറ്റ് വി കമ്പൈൻ ദാറ്റ് ആൻഡ് എസ്തെറ്റിക് മെഡിസിനിൽ എന്ത് മെഷീനറീസാണ് യൂസ് ചെയ്യാൻ പറ്റുക, എന്ത് ടെക്നോളജിയാണ് പുതിയത് യൂസ് ചെയ്യാൻ പറ്റുക. സോ ദേ ഗെറ്റ് എ ബെറ്റർ റിസൾട്ട് ആൻഡ് ദേ ആർ ഏബിൾ ടു സസ്റ്റെയിൻ ഇറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് they took care of their double chin and then it comes back again. And it is not a surgical procedure. Surgically നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ തിരിച്ചു വരില്ല. പക്ഷേ നോൺ സർജിക്കലി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളത് അവരെ പഠിപ്പിക്കണം. അപ്പം ഇറ്റ്സ് മോർ ഓഫ് പേഷ്യൻറ്റ് എഡ്യൂക്കേഷൻ അലോങ് വിത്ത് അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അത് എന്താണെന്ന് അവർ മനസ്സിലാക്കി കൊടുക്കുക, അതെങ്ങനെ അവർക്ക് തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. ദിസ് ഇസ് വാട്ട് വി ഡു. അതുപോലെ ഈ പണ്ടിപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ പണ്ടത്തെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ആക്ട്രസ് അവരവരുടെ സ്കിന്നിനെ കുറിച്ച് അത്ര കൺസേൺഡ് അല്ല, അല്ലെങ്കിൽ നമ്മൾ തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു ഇവരൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്ന്. പക്ഷെ ഇന്ന് നമ്മൾ എല്ലാവരെയും കാണുമ്പോൾ എല്ലാവർക്കും സ്കിൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്, എല്ലാവർക്കും ഈവൻ സ്കിൻ ടോൺ ആണ്, ഭയങ്കര എന്താ പറയുക ഭയങ്കര ഗ്ലോ ആണ്, വിത്തൗട്ട് മേക്കപ്പ് എല്ലാവരും ഭയങ്കര ഗ്ലോ ആണ്. അപ്പം ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് ഒബ്വിയസ്ലി നമ്മൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ അത് ലൈക്ക് ഇപ്പോൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണോ, അഫോർഡബിളിനേക്കാൾ ഉപരി പിന്നീട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടോ, എങ്ങനെയാണ് ഡോക്ടർ അതിനെ നോക്കി കാണുന്നത്? സെലിബ്രിറ്റീസ് മാത്രമല്ല, ഇപ്പം ഈവൻ ഒരു പ്രൊഫഷണൽ ലൈക്ക് എൻ ആർക്കിടെക്ട് ഓർ എനി ഓൺട്രപ്രണർ, എവ്രി വൺ വോണ്ട്സ് ടു ലുക്ക് ദിയർ ബെസ്റ്റ്. എനിക്കൊരു ക്ലൈൻറ്റ് മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ ഐ വോണ്ട് ടു ബി മൈ ബെസ്റ്റ്, എനിക്ക് മുഖക്കുരൊന്നും വേണ്ട, എനിക്ക് അതൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യണം. അപ്പം ആ ഒരു പൊതുവേ ഒരു ജനറൽ സെൽഫ് അവെയർനെസ് അത്യാവശ്യം നന്നായിട്ടുണ്ട് ഇപ്പോൾ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ആഫ്റ്റർ കോവിഡ്. പോസ്റ്റ് കോവിഡ് ഐ നീഡ് ടു ഡു സെൽഫ് കെയർ. ഒരു മാസത്തിൽ ഒരു 1 hour എങ്കിലും ഐ വോണ്ട് ടു കീപ്പ് എ സൈഡ് ഫോർ മൈ സെൽഫ് എന്നുള്ളൊരു ഇതുണ്ട്. നൗ വെൻ ഇറ്റ് കംസ് ടു ട്രീറ്റ്മെൻറ്റ്, വെൻ യു സേ സ്പെസിഫിക്കലി സെലിബ്രിറ്റീസിനെ എടുത്ത് പറയുമ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ്സ് മാത്രമല്ല, ദേ പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട് ഇൻ ടേംസ് ഓഫ് ഡെയിലി വർക്ക്ഔട്ട്, ന്യൂട്രീഷൻ, എവറിത്തിങ്, ബിക്കോസ് ദേ വാണ്ട് diet. Most of them are very active because they want to be in their best, feel their best, because whatever they do they want to do it at its best. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബാക്കി ഓൺട്രപ്രണേഴ്സും ചെയ്യുന്നത്. ഇനി ഇത് എത്രത്തോളം സസ്റ്റനബിൾ ആണ് എന്നുള്ളത് ആൻഡ് എത്രത്തോളം എഫോർഡബിൾ ആണ് എന്നുള്ളത്. എഫോർഡബിൾ എന്നുള്ളൊരു ആസ്പെക്റ്റ് വരുമ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്, സ്പീക്ക് ടു യുവർ ഡോക്ടർ. എന്നെ ഇപ്പോൾ ഒരു കൺസൾട്ട് ചെയ്യാൻ വരുന്ന ഒരാളോട് ഞാൻ ഒരിക്കലും നിങ്ങൾ വരുന്ന ഒരാൾ ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 50,000 രൂപ എന്തായാലും ചിലവാക്കിയിട്ടേ പോവാവൂ എന്ന് ഒരിക്കലും ഒരു ഡോക്ടറും പറയാൻ പാടില്ല. സോ ഇഫ് എ പേഷ്യൻറ്റ് കംസ് ടു മീ, വെനെവർ ഐ റൈറ്റ് എ പ്രിസ്ക്രിപ്ഷൻ ഓർ എ ട്രീറ്റ്മെൻറ്റ്, അവരോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്കത് എന്തെങ്കിലും ഒരു അഫോർഡബിൾ
ഫെർട്ടിലിറ്റി ഇഷ്യൂ വരുന്നുണ്ട് അല്ലെങ്കിൽ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമ്മ്യൂണിക്കേറ്റ്. അതിന് നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളെപ്പോഴും ഒരു പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന അവർക്ക് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് തോന്നുന്നതാണ് നമ്മൾ എഴുതുക, അല്ലേ? ഡെഫിനറ്റ്ലി വി ക്യാൻ ഗിവ് ദം ഓൾട്ടർനേറ്റീവ് ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ് ദറ്റ് ദേ ക്യാൻ യൂസ്. നിങ്ങളിപ്പോൾ ഇത്ര പൈസൻ്റെ ഒരു ക്രീം തന്നെ യൂസ് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂ, അങ്ങനെയൊന്നുമില്ല. അതേ ഇൻഗ്രീഡിയൻ്റ് ഉള്ള കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള വേറെ ഓപ്ഷൻ ഉണ്ടോ? സോ എനി ഡോക്ടർ വുഡ് ആൻഡ് ഷുഡ് ടേക്ക് ദർ എഫേർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ നമ്മളിപ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് മാത്രമല്ല, ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് പോയിട്ട് അവരിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് വിളിക്കും, ഞങ്ങൾക്ക് ആ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ഒന്ന് അയച്ചു തരും, എന്നിട്ട് ആസ്ക് അസ് ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ സ്കിൻ. അങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇത് നിങ്ങളുടെ സ്കിന്നിന് പറ്റും, ഇത് നിങ്ങളുടെ സ്കിന്നിന് പറ്റില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ അവർക്കും റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് എഴുതാൻ കാരണം? ട്രീറ്റ്മെൻറ്റ് എഴുതാൻ കാരണം ട്രീറ്റ്മെൻറ്റ്സ് ഇതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റും നമുക്ക് റിസൾട്ട്. എല്ലാവർക്കും ഒരു ക്ഷമ ഉണ്ടാവണമെന്നില്ല 3 മാസം വെയിറ്റ് ചെയ്യാനും 4 മാസം വെയിറ്റ് ചെയ്യാനും. അപ്പം പെട്ടെന്ന് എല്ലാം കാണണം, റിസൾട്ട് കാണണം എന്നുള്ളൊരു ഇതാണ് എല്ലാവർക്കും. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അത് നമുക്കൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റും. പിന്നെ സസ്റ്റൈനബിലിറ്റി, ഇറ്റ്സ് ഹൗ യു ഡു ഇറ്റ്. ലൈക്ക് നമ്മളുടെ ശരീരത്തിനെ എങ്ങനെ കൊണ്ടു നടക്കുന്നു. ഒരു മുഖക്കുരു മാറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിലാണ് ഫുഡ് കഴിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന എല്ലാ ദിവസവും ഓയിലി ഫുഡും പുറത്തൊന്നുമില്ല, ആഴ്ചയിൽ ഒരിക്കൽ ഒക്കെ അങ്ങനെ കൺട്രോൾ ഇതൊക്കെ ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിസൾട്ടൊക്കെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ യുവർ ബോഡി ഈസ് ആക്ച്വലി വെരി ഗുഡ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഒരു സംഭവമാണ് നമ്മളുടെ ശരീരം. നമ്മളതിന് കുറച്ച് ഇമ്പോർട്ടൻസും കുറച്ച് അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ് യു ബാക്ക് എ ലോട്ട്. നമ്മൾ ജീവനോടിരുന്നാണല്ലോ ബാക്കി എന്തുണ്ടാക്കിയിട്ടും ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റും. അപ്പം ഗിവ് ഇറ്റ് ദാറ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് കെയർ ദാറ്റ് ഇറ്റ് റിക്വയർസ് ആൻഡ് യു വിൽ സീ മേജർ ചേഞ്ചസ് ഇൻ യുവർ ബോഡി. ഓക്കെ, ഒരു 20s ബിസിനസ് തുടങ്ങിയ ഒരാളാണ് ബാസി. പ്രൗഡ്ലി തന്നെ പറയാല്ലേ, കാരണം ആ ഒരു ഏജിൽ ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരിക എന്ന് പറയുന്നത് ഇത്തിരി റിസ്ക് ആണ്. നമുക്ക് കുറേ അറിവില്ലായ്മകളുണ്ട്, നമ്മൾ കുറേ ലോകം കണ്ടിട്ടില്ല. പക്ഷേ ബാസിയുടെ ലോകം കുറച്ചുകൂടെ വലുതായിരുന്നു, കാരണം ഉപ്പ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഉപ്പ പറഞ്ഞു തന്നേക്കുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇത്രയും വർഷം കണ്ടേക്കുന്നതിൽ നിന്ന് ബാസി ലൈഫിലേക്ക് എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വിജയിച്ച ഒരു 3 കാര്യം പറയാൻ പറഞ്ഞാൽ എന്തൊക്കെ പറയും? ഉപ്പയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാനുവൽ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്, എല്ലാത്തിനും കണക്കുണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ ചിലവാക്കുന്നതിനും നമ്മൾ യൂസ് ചെയ്യുന്നതിനും എല്ലാത്തിനും കണക്കുണ്ടാവണം എന്നുള്ളതാണ് വൺ തിങ് ദറ്റ് ഹി ഹസ് ടോട്ട് മീ. ഐ സ്റ്റിൽ റിമെമ്പർ കോളേജിൽ പഠിക്കുമ്പം ഒരു പുറത്ത് പോയി എന്തെങ്കിലും, ഡെഫിനറ്റ്ലി നമുക്കൊക്കെ പോക്കറ്റ് മണി കിട്ടുമല്ലോ. അപ്പോൾ പോക്കറ്റ് മണി, ആ കിട്ടുന്ന പോക്കറ്റ് മണി നീ എവിടെയാണ് സ്പെൻഡ് ചെയ്തതെന്നുള്ളത് നീ എഴുതി ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം. ഫോണിൽ നോട്ട്സിലോ ഒന്നും പറ്റില്ല, എഴുതി തന്നെ അയച്ചു തരണം. സോ അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ അത് ഇങ്ങനെ ചെയ്യുന്നത്. ബട്ട് ദാറ്റ് പെർട്ടിക്കുലർ തിങ് ഇസ് വൺ തിങ് ദാറ്റ് ഹെൽപ്ഡ് മീ എ ലോട്ട്. കാരണം ഞാൻ ഒരു സ്ഥാപനം തുടങ്ങിയ ആ സമയത്ത് നമുക്ക് ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്രൂ അന്ന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഒരു ഇൻഹൗസ് അക്കൗണ്ടൻറ്റ്, ഇൻഹൗസ് എല്ലാ HR, ഇതൊന്നും. അപ്പം നമ്മൾ തന്നെയാണ് നമ്മളുടെ അക്കൗണ്ടൻറ്റ്, നമ്മൾ തന്നെയാണ് നമ്മളുടെ HR. സോ what helped me at that point is the fact that I used to write every penny that I spent and where I spent it, and because of which I knew what my strength and my weakness was. മറ്റത് പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത് ആർക്കും എവിടെയാണ് പൈസ ചിലവായി പോകുന്നതെന്ന് അറിയുന്നില്ല. ആൻഡ് ഐ ഫീൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഈസ് വൺ മേജർ തിങ് ദാറ്റ് ഹി ടോട്ട് മീ, ദാറ്റ് ഹസ് ഹെൽപ്ഡ് മീ. പിന്നീടാണ് ഈ സോഫ്റ്റ്വെയർസും സിസ്റ്റംസും ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ക്ലിനിക്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇത് ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ എഴുതിയ പോലെ ഒന്നും ആയിരുന്നില്ല. അല്ല, ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും ടിൽ ഡേറ്റ് every night I spend that half an hour to write my accounts, to understand what is happening where, which department I should concentrate on, എവിടെയാണ് എൻ്റെ ആവശ്യം ഏറ്റവും കൂടുതലുള്ളത്, എവിടെയാണ് എൻ്റെ ആവശ്യമില്ലാത്തത്. കുറേയൊക്കെ ബാക്കിയുള്ളവർ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നവർ അവരുടെ വർക്ക് ചെയ്യണം. പക്ഷെ എന്നാലും ഒരു കണ്ണ് എല്ലായിടത്തും എത്തണം എന്നുള്ളൊരു ഇതുള്ളത്. Another thing he taught me is never limit yourself. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ why not, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളൊരു കാര്യം പഠിപ്പിച്ച ഉപ്പ തന്നെയാണ്. നെവർ ടേക്ക് എ നോ ഫോർ എൻ ആൻസർ, മേക്ക് ഇറ്റ് എ യെസ്. തേർഡ് തിങ് ഹി ഹസ് ടോട്ട് മീ ഇസ് ദാറ്റ് ഓപ്പൺ ദ ഡോർസ് യുവർ സെൽഫ്. ഡോണ്ട് വെയിറ്റ് ഫോർ അനദർ പേഴ്സൺ ടു ഓപ്പൺ എ ഡോർ ഫോർ യു. നമുക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ പോയി കണ്ടെത്തി
കാരണം നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ കോവിഡ് കഴിഞ്ഞ ഉടനാണ് ഞാൻ ഒരു ആക്റ്റീവ്ലി പ്രാക്ടീസിങ് ഫിസിഷ്യൻ ഒന്നും അല്ലായിരുന്നു. മൾട്ടിപ്പിൾ ക്ലിനിക്സിലും മൾട്ടിപ്പിൾ ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പല ക്ലിനിക്സിലും ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ടീം ആണ് എല്ലാം ചെയ്യുക അല്ലേ, സോഴ്സിങ് എല്ലാം അവരാണ് ചെയ്യുക. അപ്പം ഞാനൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇതിന് ഇനി മെഡിസിൻസ് സോഴ്സ് ചെയ്യണം, മാർക്കറ്റിംഗ് ചെയ്യണം, എങ്ങനെ ചെയ്യും? അപ്പം ഞാൻ തന്നെ പഠിച്ചു, ഞാൻ തന്നെ അത് മനസ്സിലാക്കി. വേറെ ഓപ്ഷൻ ഇല്ല. കുറേ ഉപ്പാനെ വിളിച്ചു നോക്കുമ്പോൾ ഉപ്പ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉപ്പ പറയും നീ പഠിക്കുക, നീ വായിക്കുക അതിനെക്കുറിച്ച്. സോ ഓൾവേസ് ഫിഗർ ഔട്ട്, ഹൗ ഫിഗർ യുവർ വേ അറൗണ്ട്. ഓക്കെ. ഇപ്പോൾ റീസെൻ്റ്ലി മാരേജ് കഴിഞ്ഞു. ഇപ്പോൾ എപ്പോഴും എന്താ പറയുക, ഇപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വുമൻസിന് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. പണ്ടാണെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്നു, നമ്മുടെ പേരൻസ് വേണ്ടാന്ന് പറയും. ഇപ്പം നമ്മുടെ പേരൻസ് നമ്മളോട് പറയുന്നു നിങ്ങൾക്കത് വേണം. എസ്പെഷ്യലി വുമൻസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക ഒരു വുമണിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ബാസിയുടെ ഒരു കാഴ്ചപ്പാട്? ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് യുവർ ബ്രീത്തിങ് എയർ. കാരണം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ കാര്യത്തിനും നിങ്ങൾ പേ ചെയ്യണം എന്നുള്ളതല്ല. പക്ഷേ നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് മേടിക്കാൻ പറ്റണം. നമുക്ക് നമ്മളെ പേരൻസിന് മേടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് മേടിച്ചു കൊടുക്കാൻ പറ്റണം. ഐ തിങ്ക് ദാറ്റ് ഇസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അല്ലാതെ ഇത്ര യു ഷുഡ് ഹാവ് ഇൻ യുവർ അക്കൗണ്ട് ഓർ യു ഷുഡ് ബി എ മില്യനെയർ അതല്ല. ഇപ്പം അന്നയ്ക്കിപ്പോൾ ഇന്ന് ഒരു സാധനം മേടിച്ച് വീട്ടിലേക്ക് പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറൊരാളെ വിളിച്ചു ചോദിക്കാതെ എനിക്ക് മേടിക്കാൻ പറ്റും. ഹസ്ബൻഡിനെ വിളിച്ചിട്ട് എനിക്കൊരു 1000 rupees തരുമെന്ന് ചോദിക്കാതിരിക്കാൻ പറ്റണം. ദാറ്റ് ഇസ് വൺ. സെക്കൻഡ്ലി ഐ ഫീൽ ഫിനാൻഷ്യൽ ലിറ്ററസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറേ പേർക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ വാട്ട് ടു ഡു വിത്ത് ദാറ്റ് ആഫ്റ്റർ. ലൈക്ക് ഞാൻ ഇത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം. I think that is also very important. Speak to a good chartered accountant, attend classes around it. That I feel will really determine your business. അപ്പോൾ ഒത്തിരി കാലത്തെ ബിസിനസ് പാരമ്പര്യമൊന്നും ഇപ്പോൾ പലരും നമ്മുടെ ഓപ്പോസിറ്റ് വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ 10 വർഷം 20 വർഷം 30 വർഷമൊക്കെ ബിസിനസ് ചെയ്ത ആളുകളായിരിക്കും നമ്മുടെ അടുത്ത് വന്നിരിക്കുക. ഇവരൊക്കെ വളർന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത് എന്താ പറയുക, ഫിനാൻഷ്യലി ഒട്ടും സൗണ്ട് അല്ലാതിരുന്നിട്ട് അവിടെ നിന്നാണ് ഗ്രോ ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ലൈഫിലെ പ്രൗഡ് മൊമെൻറ്റ്സ് ചോദിക്കുമ്പോൾ അവരൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ നല്ല വണ്ടി മേടിച്ചു, അന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് വന്നത്, പക്ഷേ ഇന്ന് ഞങ്ങൾ കാറിലാണ് വന്നത്. അങ്ങനെ നമ്മൾ പലരുടെയും ലൈഫിൽ പല ടൈപ്പ് പ്രൗഡ് മൊമെൻറ്റ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ബാസിയോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസിയുടെ ലൈഫിലെ ഏറ്റവും ഒരു പ്രൗഡ് മൊമെൻ്റ് എന്തായിരിക്കും? ഈ ഇത്രയും വർഷത്തെ ഒരു യാത്രയിൽ, ഓൺട്രപ്രണർഷിപ്പ് യാത്ര മാത്രമല്ല ടോട്ടൽ ഒരു ലൈഫ് ജേർണിയിൽ ഏറ്റവും ഒരു പ്രൗഡ് മൊമെൻ്റ് എന്തായിരിക്കും? ഏറ്റവും പ്രൗഡ് മൊമെൻ്റ് ഉമ്മ ഇപ്പോൾ ഒരിക്കൽ ദേ ആർ ട്രാവലിംഗ് ആൻഡ് ദേ മെറ്റ് സംബഡി ഓൺ ദ വേ ആൻഡ് ദിസ് പേഴ്സൺ, ഉമ്മ ഇങ്ങനെ പറഞ്ഞു എൻ്റെ മോള് ഇവിടെ വർക്ക് ചെയ്ത്. ഉമ്മ പറയുന്നതിന് മുമ്പ് അവർ പറഞ്ഞു ഇങ്ങനെ എറണാകുളത്ത് ഒരു ഡോക്ടർ ഉണ്ട്, അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് ആ ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സൊക്കെ റെഫർ ചെയ്തു. അപ്പം പറഞ്ഞാൽ എൻ്റെ മോളും ഡോക്ടറാണ്. ആൻഡ് ദെൻ ഷീ സെഡ് മൈ നെയിം ആൻഡ് ഷീ വാസ് ലൈക്ക് ഈ ഡോക്ടറെ തന്നെ ഞാൻ കാണാൻ പോകുന്നത്. സോ ദ ഫാക്ട് ദാറ്റ് മൈ പേഷ്യൻസ് റെക്കഗ്നൈസ് മീ ആൻഡ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ദേ ഹാവ് ഗോട്ട് എ റിലീഫ് ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ദേ റിമെമ്പർ മീ. That is a very proud. അല്ല ലൈക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടായിരിക്കുന്ന ഒരു she was very excited. She called me then and there, like അത് ലാൻഡ് ചെയ്ത ഉടൻ തന്നെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു, അവർ വരണം നിൻ്റെ അടുത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. അപ്പം ദാറ്റ് ഐ തിങ്ക് നമ്മളുടെ പ്രൊഫഷൻ കാരണം നമ്മൾ അറിയപ്പെടുന്നു എന്നുള്ളത് ഐ തിങ്ക് ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. ഞാൻ ബാസി ഒരുപാട് പേര് ലൈഫിൽ മീറ്റ് ചെയ്തപ്പോൾ പലരും ലൈഫിൽ തോറ്റുപോയേക്കുന്നൊരു സെഗ്മെൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സക്സസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. സക്സസ് ആയി, ഫിനാൻഷ്യലി സൗണ്ടായി, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ഓക്കെയാണ്, പക്ഷെ പിന്നീട് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. സക്സസ് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തോറ്റുപോയേക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വന്നേക്കുന്ന ഒരുപാട് പേരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ബാസി ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ബാസിയോട് പറയുകയാണ് ബാസി സക്സസ് ആയി എന്ന് പറഞ്ഞാൽ പോലും അത്ര ആയിട്ടില്ല എന്നു പറയുന്ന ഒരാളാണ്. എന്നിരുന്നാലും ആ ഒരു സക്സസ് ഹാൻഡ്ലിങ്ങിന് നമ്മുടെ ലൈഫിലെ മുന്നോട്ടുള്ള യാത്രയിൽ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ സക്സസ് ആയി ഇനിയും ഉണ്ട് എന്ന് എനിക്ക് തോന്നാൻ കാരണം ഐ ഹാവ് എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ഹു ഐ ലുക്ക് അപ്പ് ടു. സോ ഇനിയും വേണം, ഇനിയും നന്നായിട്ട് ചെയ്യണം, ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. സെക്കൻഡ്ലി ഐ ഫീൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഹൗ ടു ഹാൻഡിൽ യുവർ സക്സസ് വിച്ച് എവർ ഡിപ്പാർട്ട്മെൻറ്റ് യു ആർ ഇൻ. ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, ഗ്രേറ്റ്ഫുൾ ആവുക ആൻഡ് നോ യുവർ ബുക്സ്, നോ വാട്ട് യു ഡു.
ദാറ്റ് ഐ തിങ്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വൺസ് ഇൻ എ വൈൽ നമ്മളെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്തു നോക്കും. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി പണ്ടത്തെ നമ്മളുടെ ഡയറിയോ അല്ലെങ്കിൽ പണ്ടത്തെ ഞാൻ ഏത് വഴിയാണ് വന്നത്, ആൻഡ് എന്തൊക്കെയാണ് ഞാൻ അന്ന് ചെയ്തിരുന്നത്. That discipline is, I feel, very important, because you tend to get carried away very easily. Yes. With a lot of things, that comes around the way. But obviously, parna oru success varumbo there will be a lot of people, who would come and give you suggestions and etc. Yeah. Follow your gut. നമുക്കറിയാലോ നമുക്ക് എന്താണ് നല്ലത് എന്നുള്ളത്. ഇനി നമുക്ക് അറിയില്ലെങ്കിൽ അത് അറിയുന്നവരെടുത്ത് ചോദിച്ചിട്ട് ചെയ്യാം. ദാറ്റ് ഐ ഫീൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് അതാണ് കുറച്ചൊക്കെ ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ പറയുന്നത്. ദാറ്റ് ഈസ് നമ്മളടുത്ത് പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എന്ത് ചെയ്യണം. ഓക്കെ, ഞാൻ വലിയ ഇപ്പം എന്താ പറയണ ഒരു 20s ബിസിനസ് തുടങ്ങി ആ ഒരു ആളോട് സംസാരിക്കുന്ന പോലെയല്ല, കുറേ വർഷത്തെ ഒരു ബിസിനസ് മേ ബി അല്ല കേരളത്തിലായതുകൊണ്ട്. ഇനിയിപ്പോ ദുബായിൽ ചെന്നാൽ ഒന്നും പേടിക്കാനില്ല. ഏത് നടുക്കടലിൽ കൊണ്ടിട്ടാലും ഞാൻ ജീവിക്കും എന്നുള്ളത് എനിക്കറിയാം. അത്രയും നമ്മൾ ഇവിടെ നിന്ന് കുറെ പഠിച്ചു. ഓക്കെ, കേരളമാണോ ദുബായ് ആണോ ഏറ്റവും ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് 2 സ്ഥലവും ഇഷ്ടമാണ്. പക്ഷേ ദുബായിലാണ് ഞാൻ ജനിച്ച് വളർന്നതെന്നുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു ഫാക്ടർ ഐ ഹാവ് ടുവേർഡ്സ് ദുബായ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ ആയിരുന്നില്ല, ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ഇവിടെ ഉണ്ടായില്ല, ദുബായിലായിരുന്നെങ്കിൽ ഈ ക്ലിനിക്ക് ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു? ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല അപ്പോൾ നടക്കുക. അപ്പോൾ എല്ലാത്തിനും ഒരു നിമിത്തം എന്ന് പറയുന്ന പോലെ. ബട്ട് ദെൻ ഇറ്റ് ഓൾ വർക്ക്ഡ് ഔട്ട് വെൽ. എന്താണ് ഇനി റേഡിയൻസിന്റെ ഫ്യൂച്ചർ? So we are now expanding in terms of verticals. ഇപ്പോൾ നമുക്ക് റേഡിയൻസിൽ ആയുർവേദം, കോസ്മെറ്റോളജി ആൻഡ് വെൽനെസ് ആണുള്ളത്. വി ഹാവ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കമ്മിങ് ഇൻ. ന്യൂട്രീഷൻ ആസ്പെക്റ്റിൽ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ വെൽനെസ് തെറപ്പീസ്, ഞാൻ ഈ പറഞ്ഞ കോൺട്രാസ്റ്റ് തെറപ്പി, ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എല്ലാവരും ഒരു അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു നീര് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇപ്പം എന്നെ പറഞ്ഞ ഒരു റാഷ് വരുമ്പോൾ തന്നെ ഇത് ഒരു ഇഷ്യൂ ആവുന്നതിന് മുമ്പ് പോയി ട്രീറ്റ് ചെയ്യാം. ഒരു ഇൻഫ്ലമേഷൻ വരുമ്പോൾ തന്നെ അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതിലേക്ക് ഫോക്കസ് മാറിയിട്ടുണ്ട്. എങ്ങനെ എനിക്ക് എൻ്റെ ബോഡി ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അസുഖം വരുമ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടോളാം. ഇപ്പോൾ nobody wants to fall sick. സോ അതിന് എങ്ങനെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാം, റിക്കവറി എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം, ഇങ്ങനത്തെ വേർട്ടിക്കൽസ് കുറച്ചും കൂടെ വി ആർ integrating and we are expanding so that ഇതെല്ലാം അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ people just has to walk into Radiance. ഒരു 360 ഡിഗ്രിയിൽ അപ്രോച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വലിയ ക്ലിനിക്ക് അല്ലേ? ഓക്കെ, അപ്പോൾ ആ യാത്ര പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ. ലൈക്ക് ആ ഒരു പ്രോജക്റ്റ് പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് ലൈക്ക് പ്രൊജക്റ്റ് പെട്ടെന്ന് ആരംഭിച്ചാൽ കാര്യമില്ലല്ലോ, അവസാനിച്ചാലാണല്ലോ ജനങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഡെലിവറി ചെയ്യാൻ പാകത്തിന് ഒരു ഫാസ്റ്റ് ഗ്രോയിങ് ആയി തന്നെ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കുറേ വർഷമായി നമ്മൾ ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്യുന്നു. ഇപ്പോഴാണ് ഈ ഒരു വേദിയിൽ എനിക്കൊന്ന് കൊണ്ടുവന്ന് ഇരുത്താൻ സാധിച്ചത്. പക്ഷെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത ഇവൻറ്റും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. കുറേ നല്ല കോൺവെർസേഷൻസ് നമുക്ക് ഇൻ ബിറ്റ്വീൻ നടത്താൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും വിൻ വിൻ സിറ്റുവേഷൻ ആണല്ലോ, കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുക. ഞാൻ ഇന്ന് ബാസിയുടെ അടുത്ത് വന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെ ലൈക്ക് ഏകദേശം നമ്മൾ ഒരേ ഏജ് ആണല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, കുറച്ചുകൂടി നമ്മൾ ഡെവലപ്പ് ആകാനുണ്ട് ലൈക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. കാരണം നമ്മളൊരു വ്യക്തിയിൽ നിന്ന് കുറേ നമ്മൾക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആവുക എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുമല്ലോ. അപ്പം എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മളെക്കാൾ മൂത്തവരെ നമ്മളെ ഇൻസ്പയർ ചെയ്യും ഡെഫിനറ്റ്ലി. അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട്, ജീവിതാനുഭവങ്ങൾ കൊണ്ട്. പക്ഷെ നമ്മുടെ ഒരു സെയിം ഏജ് കാറ്റഗറിയിൽ ഒരാൾ നമ്മളെ ഇൻസ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. സോ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഒരുപാട് നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ്. ഇനി എല്ലാ വളർച്ചയിലും കൂടെ ഉണ്ടാകും. വാപ്പച്ചിയുടെ ലെഗസി അവിടെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ സ്വന്തമായി ഉണ്ടാക്കുന്ന ആ ഒരു ബ്രാൻഡ് നെയിമും ആ ഒരു ബ്രാൻഡ് ബിൽഡിംഗ് ഒക്കെ സൂപ്പറായി പോകട്ടെ. നാളെ വാപ്പച്ചിയും അറിയപ്പെടട്ടെ ഞാൻ ഡോക്ടർ ബാസിമ നഹാന്റെ പിതാവാണെന്ന്. അല്ലേ? താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി ഓൾ ദി വെരി ബെസ്റ്റ്. ഫ്യൂച്ചർ ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും ഞങ്ങളും ഉണ്ടാവും കൂടെ. താങ്ക് യു സോ മച്ച്. ഞാൻ ഇനീഷ്യലി പറഞ്ഞതുപോലെ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിനകത്ത് ഒരുപാട് ടാസ്കുകളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കേൾക്കാറുള്ളത് ഒരു സീറോയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ, ഫിനാൻഷ്യലി ഒരുപാട് സൗണ്ട് അല്ലാതിരുന്ന ആളുകളൊക്കെ അവരുടെ ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കയറി വന്നിരിക്കുന്ന സ്റ്റോറീസാണ്. പക്ഷേ ബാസിമയുടെ വളരെ വ്യത്യസ്തമായൊരു സ്റ്റോറി ആയിരുന്നു. കാരണം പിതാവിൻ്റെ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ വേണ്ടി വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വന്തമായൊരു ബ്രാൻഡ് ഉണ്ടാക്കുക, വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ആ ബ്രാൻഡ് മലയാളികളെ എല്ലാവരെയും അറിയിക്കുക,
അതൊരു ചെറിയ കാര്യമല്ല. സോ അത് ബാസുമിക്ക് സാധിച്ചത് സ്വന്തമായുള്ള ഒരു പ്രൊഫഷനെ പാഷനായി കണ്ടതുകൊണ്ടും ആ പാഷനെ ഭയങ്കര ആർജവത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത് കൊണ്ടുമാണ്. നിങ്ങൾ ബാസുമിയെ പോലെ ആവാൻ നോക്കുക, ആഗ്രഹിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഈ സീറ്റിൽ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച്.